ഫ്രാൻസിലെയും യുകെയിലെയും സമീപകാലത്തെ പ്രതിഷേധങ്ങൾ വിവിധ കാരണങ്ങളാൽ ഉയർന്നുവന്നതാണ്. ഓരോ രാജ്യത്തും പ്രതിഷേധങ്ങൾക്ക് അതിന്റേതായ പ്രത്യേകതകളും പശ്ചാത്തലവുമുണ്ട്. ഫ്രാൻസിലെ പ്രതിഷേധങ്ങൾ. ഫ്രാൻസിൽ സാധാരണയായി കാണാറുള്ള പ്രതിഷേധങ്ങളിൽ പ്രധാനപ്പെട്ടത് പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടവയാണ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സർക്കാർ മുന്നോട്ടുവച്ച പെൻഷൻ പ്രായം 62 നിന്ന് 64 ഉയർത്താനുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പ്രതിഷേധത്തിന്റെ കാരണം: പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടിവരുമെന്നും യൂണിയനുകളും തൊഴിലാളികളും വാദിച്ചു. ഇത് ജനങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് അവർ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ രൂപം: മാസങ്ങളോളം നീണ്ടുനിന്ന രാജ്യവ്യാപകമായ പണിമുടക്കുകളും പ്രകടനങ്ങളും നടന്നു. പൊതുഗതാഗതം, വിദ്യാഭ്യാസം, ഊർജ്ജമേഖല തുടങ്ങിയവയെ ഇത് സാരമായി ബാധിച്ചു. പോലീസ് സേനയുമായി പലയിടത്തും ഏറ്റുമുട്ടലുകളുണ്ടായി. ഫലം: ഈ പ്രതിഷേധങ്ങൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും ബിൽ പാസാക്കുന്നതിൽ നിന്ന് അവർ പിന്നോട്ടു പോയില്ല. എന്നാൽ ഇത് മാക്രോൺ സർക്കാരിന്റെ ജനപ്രീതിക്ക് കോട്ടം വരുത്തി. കൂടാതെ ഫ്രാൻസിൽ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. കുടിയേറ്റക്കാരായ യുവാക്കളെ പോലീസ് വെടിവെച്ചുകൊന്ന സംഭവങ്ങൾ വലിയ കലാപങ്ങൾക്കും വ്യാപകമായ നശീകരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സാമൂഹിക അസമത്വങ്ങളും പോലീസ് വിവേചനവുമാണ് ഈ പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണം. യുകെയിലെ പ്രതിഷേധങ്ങൾ. യുകെയിലെ പ്രതിഷേധങ്ങൾക്ക് പലപ്പോഴും സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. സമീപകാലത്തെ പ്രധാന പ്രതിഷേധങ്ങൾ: ജീവിതച്ചെലവ് പ്രതിസന്ധി, കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ്, റഷ്യ-ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഊർജ്ജ വിലവർദ്ധനവും ഉയർന്ന പണപ്പെരുപ്പവും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. ഇത് കാരണം ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും ജീവിതച്ചെലവ് കുറയ്ക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ മേഖലകളിൽ പണിമുടക്കുകൾ നടന്നു. നേപ്പാളിൽ നിലവിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ: രാഷ്ട്രീയ അസ്ഥിരത, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. നേപ്പാളിൽ അടുത്തിടെ നടന്ന ജൻസെറ്റ് പ്രക്ഷോഭങ്ങൾ കാരണം സർക്കാർ താഴെ വീഴുകയും പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. പുതിയ നേതാവിനെ ചൊല്ലി പ്രക്ഷോഭകാരികൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമ നിരോധനവും പ്രതിഷേധങ്ങളും. സോഷ്യൽ മീഡിയ ബാൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ നേപ്പാളിലെ യുവതലമുറ ജൻസെറ്റ് സമൂഹമാധ്യമങ്ങൾ വഴി സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഇതിനെ തുടർന്ന് സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തി. ഇത് പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി. പിന്നീട് ഈ നിരോധനം പിൻവലിച്ചെങ്കിലും പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായി. അഴിമതി, കറപ്ഷൻ. നേപ്പാളിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അഴിമതിയാണ് യുവജന പ്രക്ഷോഭങ്ങൾക്ക് ഒരു പ്രധാന കാരണം. രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും അഴിമതിയും സ്വജനപക്ഷപാതവും രാജ്യത്തെ ഒരു വലിയ പ്രശ്നമായി തുടരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇക്കണോമിക് ഇഷ്യൂസ്. ചെറിയൊരു സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യമാണ് നേപ്പാൾ. വിനോദസഞ്ചാര മേഖലയാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. കോവിഡ് മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇറക്കുമതിയെയാണ് രാജ്യം പലപ്പോഴും ആശ്രയിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം നേപ്പാളിലെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്.